മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷികമാണ് നാളെ. KPCCയുടെ നേതൃത്വത്തിൽ വിപുലമായ രീതിയിലാണ് രണ്ടാം ചരമവാർഷികം ആചരിക്കുന്നത്. രണ്ടാം ചരമവാർഷിക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ രാഹുൽ ഗാന്ധിയും എത്തും. ജനകീയ നേതാവിന്റെ ഓർമ്മ ദിവസം വീണ്ടും എത്തുമ്പോൾ അതിനെ എല്ലാ അർത്ഥത്തിലും വിപുലമാക്കാനുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നത്. രാവിലെ പുതുപ്പള്ളിപ്പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയോട് ചേർന്നൊരുക്കുന്ന പന്തലിൽ അനുസ്മരണ സമ്മേളനം നടക്കും. രാഹുൽ ഗാന്ധി ഇത്തവണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നേരിട്ടെത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ രാഹുൽ ഗാന്ധി പുഷ്പാർച്ചന നടത്തും. KPCCയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സംസ്ഥാന വ്യാപകമായി വിപുലമായ പരിപാടികളോടുകൂടിയാണ് KPCC ഇത്തവണ ആചരിക്കുന്നത്. അതിൻ്റെ സംസ്ഥാനതല അനുസ്മരണ സമ്മേളനം പുതുപ്പള്ളി ഈ ദേവാലയത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആദരണീയനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും അടക്കമുള്ളവർ അനുസ്മരണ യോഗത്തിൽ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനവും ചടങ്ങിൽ രാഹുൽ ഗാന്ധി നിർവഹിക്കും. മറ്റ് സാമൂഹിക സേവന പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളും നടക്കും. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 50ഓളം വീടുകൾ കേരളത്തിൽ ഒട്ടുക്ക് വെക്കുന്നുണ്ട്, കന്യാകുമാരി ഉൾപ്പെടെ. ആ 50 വീടുകളിൽ ആദ്യത്തെ ഘട്ടമായി നൽകുന്ന 12 വീടുകൾ കൈമാറുന്ന ദിവസം കൂടിയാണ് ഈ 12 വീട്ടുകാർക്ക്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ഡ്രഗ്സിനെതിരെയുള്ള ക്യാമ്പയിൻ തുടക്കം തൊട്ട് നടന്നൊരു കാര്യമാണ്. ആദ്യത്തെ ടർഫ് കൂരോപ്പടയിൽ പൂർത്തിയാക്കി. രണ്ടാമത്തെ ഒരു ടർഫിൽ വർക്കിന്റെ ആരംഭം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നതായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനവും തിരക്കും കണക്കിലെടുത്ത് പുതുപ്പള്ളിയിൽ പോലീസ് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണവും നാളെ ഉണ്ടാകും. 24 കോട്ടയം.